കോട്ടയം ജില്ലയിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് LDFും UDFും. കൂട്ടിക്കിഴിക്കലുകൾക്ക് ശേഷം ഇരു നേതൃത്വവും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. 2021 76% പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ലയിൽ ഇക്കുറി 74% പോളിംഗ് കുറഞ്ഞു. എക്കാലവും UDFിന് വ്യക്തമായ ഭൂരിപക്ഷം നൽകിയ കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗം എത്തിയതോടെയാണ് കഴിഞ്ഞ തവണ LDFിന് നേട്ടമുണ്ടായത്. ആകെയുള്ള 9 മണ്ഡലങ്ങളിൽ LDF 5, UDF 4 എന്നിങ്ങനെയാണ് കോട്ടയം ജില്ലയിലെ കക്ഷിനില. ഇക്കുറി അനുകൂല തരംഗമുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. സിറ്റിംഗ് സീറ്റുകളായ കോട്ടയം, പുതുപ്പള്ളി, പാലാ, കടുത്തുരുത്തി മണ്ഡലങ്ങൾക്ക് പുറമെ അധികമായി 3 സീറ്റെങ്കിലും ലഭിക്കുമെന്നാണ് UDF കണക്കുകൂട്ടൽ. മന്ത്രി VN വാസവൻ മത്സരിക്കുന്ന ഏറ്റുമാനൂരിലടക്കം UDF അട്ടിമറി പ്രതീക്ഷിക്കുന്നു. പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നും UDF കരുതുന്നുണ്ട്. ശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചാൽ 8 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. ഞങ്ങൾക്ക് നല്ല ശുഭപ്രതീക്ഷയാണ്. ഞങ്ങൾ നല്ല വർക്ക് നടത്തി, ഹാർഡ് വർക്ക്. അതിൻ്റെ റിസൾട്ട് കൃത്യമായി ഉണ്ടാവുകയും ചെയ്യും. അതിനുള്ള കാരണങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ ബഹുജനം കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ആ കാരണങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ തവണത്തെക്കാൾ നില മെച്ചപ്പെടുത്തി മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് LDF പ്രതീക്ഷ. പാലാ അടക്കം പല മണ്ഡലങ്ങളിലും കാറ്റ് ഇടത്തേക്ക് വീശുമെന്നും നേതൃത്വം വിലയിരുത്തുന്നു. പുതുപ്പള്ളി, കോട്ടയമടക്കം UDF കോട്ടകളിൽ ശക്തമായ മത്സരമെന്നാണ് LDF റിപ്പോർട്ട്. കടുത്തുരുത്തിയിലും മാറ്റമുണ്ടാകുമെന്നും LDF കരുതുന്നു. വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് ചൂണ്ടിക്കാട്ടി ഭരണവിരുദ്ധ വികാരമില്ലെന്ന് ഇടതുമുന്നണി അവകാശപ്പെടുന്നു. 100% ആത്മവിശ്വാസമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർഭരണം ഉറപ്പിച്ചു എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാകുന്നൊരു തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. UDFിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ തയ്യാറല്ല എന്ന നിലയ്ക്കാണ് അവരുടെ അണികൾ പെരുമാറുകയെന്നാണ് പൊതുവിൽ ഞാൻ മനസ്സിലാക്കിയത്. ജില്ലയിൽ NDAയും ഫലത്തിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട്. പ്രധാന BJP നേതാക്കൾ മത്സരിച്ച പാലാ, കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് NDA നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ജില്ലയിൽ പല മണ്ഡലങ്ങളിലും മത്സരചിത്രം പ്രവചനാതീതമാണ്. പുറമെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും അടിയൊഴുക്കുകളിൽ മുന്നണികൾക്ക് ആശങ്കയുണ്ട്. മെയ് 4 പെട്ടി തുറക്കുമ്പോൾ മാത്രമേ അന്തിമ ചിത്രം വ്യക്തമാകൂ. അനന്തു സുരേഷിനോടൊപ്പം ജോസി ബാബു, മീഡിയ 1, കോട്ടയം.